പവീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റിൻ്റെ ഒരു ഹൽവയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്. അതിനു വേണ്ട സാധനങ്ങൾ: ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1 കിലോ, പറങ്ങേണ്ടി പരിപ്പ് കുറച്ച്, ബദാം പരിപ്പ് കുറച്ച്, പഞ്ചസാര 1 ബൗൾ, ഉണക്കമുന്തിരി കുറച്ച്, 4-5 ഏലക്ക പൊടിച്ചത്, നെയ്യ്, 1/2 കിലോ പാല്. ഇത്രയുമാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കുന്ന വിധം നോക്കാം. ആദ്യം ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതിന് നെയ്യ് അത്യാവശ്യമാണ്, കുറച്ച് കൂടുതൽ നെയ്യും വേണം. നെയ്യ് ചൂടാകാൻ വെയിറ്റ് ചെയ്യാം. നെയ്യ് ചൂടായി നമുക്കതിലേക്ക് ഈ ക്യാരറ്റ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിനകത്ത് വെള്ളമുണ്ട്, അത് ഇറങ്ങുന്നിടം വരെ നമുക്കിത് ഇളക്കണം. ഇതിൽ വെള്ളം ഇറങ്ങാൻ വേണ്ടി നമുക്കിത് ഒരു 2 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. അപ്പം ഈ ക്യാരറ്റിലുള്ള വെള്ളമെല്ലാം പുറത്ത് വരും. നമുക്ക് തുറന്നു നോക്കാം ഇതിൽ വെള്ളം ഇറങ്ങിയോന്ന്. ഇപ്പം ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ പുറത്ത് വരാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നല്ലതായിട്ട് ഇളക്കുക. ഈ സമയം പഞ്ചസാര അലിഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് വീണ്ടും വെള്ളം ഇറങ്ങും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് അതിലെ വെള്ളവും കൂടായി. ഇനിയും ഈ സമയം നമുക്ക് ഇതിലേക്ക് 1/2 കിലോ പാല് പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ ഫുൾ ക്രീമാണ്. ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ പാല് പറ്റുന്നിടം വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയി. ഇപ്പം നമ്മുടെ ക്യാരറ്റിനകത്ത് പാലൊക്കെ പറ്റി വരാറായി. നല്ലതായിട്ട് പാല് പറ്റി കഴിയുമ്പോൾ നമുക്കിതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹൽവയിലെ വെള്ളമെല്ലാം നല്ലതായിട്ട് പറ്റി എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വരുന്നു. ഇതിൽ നിങ്ങൾക്ക് ഇനിയും നെയ്യ് ഒഴിക്കണമെങ്കിൽ എത്രയും നെയ്യ് ഒഴിക്കുക, അത്രയും നല്ലതാണ്. കുട്ടികൾക്കത് ഗുണം ചെയ്യത്തേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് പറങ്ങാണ്ടി പരിപ്പൊക്കെ ഒന്ന് മൂപ്പിച്ചിടാം. അപ്പോൾ ഇത് ഞാൻ മറ്റൊരു അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇതിനെ ഇവിടെ പറങ്ങാണ്ടി പരിപ്പ് മൂപ്പിക്കാൻ പോവുകയാണ്. ഇതൊന്ന് ചൂടായിക്കോട്ടെ. ഇപ്പം നമ്മുടെ പാൻ ചൂടായി. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി. ഇതിലേക്ക് പറങ്ങാണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കുക. കൂടുതൽ മൂക്കേണ്ട കാര്യമില്ല. പറങ്ങാണ്ടി പരിപ്പ് ഒന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന്, നമ്മൾ പായസത്തിനൊക്കെ വറക്കുന്ന പോലൊന്നും അത്രയൊന്നും വറക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചേക്കുന്ന ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുകയാണ്.
ഇപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ വീർത്ത് വരാൻ തുടങ്ങി. ഇത് മൊത്തം വീർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഹൽവയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലത്. ഇപ്പോൾ മുന്തിരിയൊക്കെ നല്ലതായിട്ട് വീർത്ത് വന്നു. ഇനി നമുക്കിത് നമ്മുടെ ഹൽവയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല മണമായി. നല്ലതായിട്ട് ഹൽവ നമ്മുടെ റെഡിയായി. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമുക്ക് 1-1.5 ആഴ്ചയോളം കുട്ടികൾക്ക് കുറച്ചായിട്ട് കൊടുക്കാം. ഇത് ചൂട് മാറിയിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ.